ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമുക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 74 അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രാർത്ഥനയാണ്. നിത്യശൂന്യതയിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ. ജീവിതത്തിനകത്ത് പല സ്ഥലങ്ങൾ ശൂന്യമായി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ വീട്ടിലായിരിക്കും, നിങ്ങളുടെ തലമുറകളിലായിരിക്കും. ഏതോ ചില സ്ഥലങ്ങളൊക്കെ ശൂന്യമായി കിടക്കുന്നു. എവിടേക്കോ ശൂന്യതകൾ അനുഭവിക്കുന്നു. ഇന്ന് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഏറ്റു പ്രാർത്ഥിക്കുക. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ. ആമേൻ. വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ പ്രത്യാശയോടെ. ശൂന്യതയിൽ അത്ഭുതം ചെയ്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ബൈബിൾ ആദ്യം കാണുന്നത്. ആമേൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഒരു ശൂന്യമായ ഭൂമിക്കകത്ത് ദൈവം എന്താ അത്ഭുതങ്ങളാ ചെയ്തത്. ആമേൻ. ഓ ഹല്ലേലൂയ. ഈ വചനം എനിക്ക് പങ്കുവെക്കുമ്പോൾ ഒരു ഭയങ്കര ആത്മാവിൻ്റെ ധൈര്യം ലഭിക്കുന്നു നിങ്ങളോട് പറയാൻ. ശൂന്യതയ്ക്കകത്ത് അത്ഭുതങ്ങൾ ചെയ്ത ദൈവം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലതും സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെയും ശൂന്യതയ്ക്കകത്ത് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്. ആമേൻ. ഇന്ന് നിങ്ങൾ പലപ്പോഴും ശൂന്യത കണ്ട് ഭാരപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ശൂന്യതയ്ക്കകത്ത് നിന്റെ കാലടികൾ വെക്കണമേ. ആമേൻ. ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ, ആമേൻ, ആ പാഴായ സ്ഥലമുണ്ടല്ലോ, ആ ശൂന്യമായ സ്ഥലമുണ്ടല്ലോ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയും. ആമേൻ. ഈ വചനം ഇങ്ങനെ പറയുമ്പം ബൈബിളിൽ ഒരു കാര്യം എന്നെ പെട്ടെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. ഈ യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ ഒരു നദി ഒഴുകുന്ന കാണുന്നുണ്ട്. ആ നദി ഒഴുകി കഴിയുമ്പോൾ അതിൻ്റെ ഇരുകരകളും മരങ്ങൾ വളരുകയാണ്. ആ നദിക്കകത്ത് വലിയ മത്സ്യങ്ങൾ വരികയാണ്. അതിൻ്റെ ഇരുകരകളിലും മീൻപിടുത്തക്കാർ നിന്ന് മീൻ പിടിക്കുകയാണ്. ആ മരങ്ങളിൽ 12 മാസവും 12 തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുകയാണ്. ഒന്നുമില്ലാത്തിടത്ത് ഒരു നദി ഒഴുകിയപ്പോൾ എല്ലാം ഉണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദി നിങ്ങളുടെ ലൈഫിൽ ഒഴുകാൻ പോകുകയാണ്. ഒന്നുമില്ലെന്ന് നിങ്ങൾ പറയുന്നിടത്ത് ഇതൊരു പ്രവചനമാണ്. നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ ദൈവം കാലടികൾ വെക്കും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ചില വാക്കുകൾ കൽപ്പിക്കും. അതിൻ്റെ അപ്പുറം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ഉറപ്പായിട്ടും കർത്താവ് പറയുന്നു, നിങ്ങളുടെ ശൂന്യതകൾ അത്ഭുതമാകാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കുക. ശൂന്യമായൊരു പടകുമായി നിന്ന പത്രോസിൻ്റെ പടകിനെ മുഴുവൻ നിറച്ച ദൈവം നിങ്ങളുടെയും ശൂന്യമായ ആ ഇടത്തേക്ക് കാലടികൾ വെക്കുന്നു. അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ഇന്ന് ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ തുടങ്ങിക്കോ. കർത്താവ് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം.
യേശുവെ, ഇന്ന് രാവിലെ കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. കർത്താവെ, ശൂന്യതകൾ അങ്ങേക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള വലിയ സാധ്യതയായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. കർത്താവെ, ഞങ്ങളുടെ ശൂന്യതകളിൽ നിറവായി വെളിപ്പെടുന്ന കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി വചനം കേൾക്കുന്ന ഓരോരുത്തരിലും കർത്താവിലെ ശൂന്യതകളെ മാറ്റി പ്രാർത്ഥിക്കുന്നു. ഒരു നിറവിനെ കൽപ്പിക്കുന്നു. കർത്താവ് അങ്ങ് കാലടികൾ വയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹമായിരിക്കും, ഉറപ്പാണ്. ഈ വചനം നിങ്ങൾക്കായിട്ട് ഇന്ന് ശുശ്രൂഷിക്കുകയാണ് കേട്ടോ. പത്രോസിന്റെ പടകിനെ നിറച്ച ദൈവം നിങ്ങളുടെ ശൂന്യതകളെ അത്ഭുതമാക്കും. ഉപജീവന മാർഗത്തെ ഓർത്ത് ഭാരപ്പെട്ട് എന്തായിത്തീരുമെന്ന് ആകുലപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിന്മേൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. കർത്താവെ, മക്കളെ അനുഗ്രഹിക്കുന്നു, അത്ഭുതമാക്കുന്നു. ഞങ്ങൾ അത്ഭുതത്തിൻ്റെ ടെസ്റ്റ് മണികൾ ഈ ദിവസങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇല്ലാത്ത വഴി തുറന്നു വരുന്നതിനായി സ്തോത്രം. ഇല്ലാത്ത നന്മകൾ ഉണ്ടാകുന്നതിനായി സ്തോത്രം. ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ജീവിക്കുവാൻ വേണ്ടി പുതിയ വഴി തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്നത്തെ ദിവസം കർത്താവ് കൂടെയുണ്ട്. സകല ആശ്വാസവും ദൈവം നിങ്ങൾക്ക് തരുന്നു. ഗോഡ് ബ്ലെസ് യു. ഷാലോം.